Welcome to Verse Time, Malayalam Verse Time. Like, share, subscribe. Thank you for watching. Good morning. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലത്തെ കൈക്കിൽ അടങ്ങിയിറങ്ങലും തമ്മിലുണ്ട്. നമ്മൾ തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വെയിറ്റിംഗ് ഒത്തിരി കണ്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് ഞാൻ വിഷമിച്ച് പോയിട്ടുണ്ട്. അന്നേരമൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യം ഇതാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. തക്ക സമയത്ത് ഉയർത്തുക. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മധുരം. തക്ക സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര നല്ലത്. തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ എത്ര മധുരം. ബൈബിളിലുണ്ട്. സങ്കീർത്തനം 119 അതുകൊണ്ട് അവൻ്റെ ബലത്തെ കൈക്കൊള്ളിരിപ്പീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. കർത്താവിൻ്റെ കൈക്കീഴിൽ താണിരിപ്പീൻ. കർത്താവിൻ്റെ കൈകളിൽ അവൻ എന്നെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ഉള്ളംകൈ വരച്ചിരിക്കുന്നു. കർത്താവിന് നമ്മുടെ മതിലുകളെല്ലാം അറിയാം. അവൻ നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാ കാര്യത്തിലും കർത്താവ് അത്ഭുതം ചെയ്യും. നമ്മൾ ഉത്ഭവിക്കുന്നതിന് മുൻപേ കർത്താവിന് അറിയാം ഈ മകൾ ഇങ്ങനെ പോകും, ഇങ്ങനത്തെ ഡെസ്റ്റിനേഷനാണ്, ഇതാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതി ഒരിക്കലും മാറിപ്പോകുന്നില്ല. വചനം മാറുന്നില്ല. ഭൂമിയും അതിൻ്റെ ഭൂതലവും മാറിപ്പോകും. ദൈവത്തിൻ്റെ വചനമോ മാറ്റമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്നതാണ്. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അടുത്ത വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നിർവ്വതരായിരിപ്പീൻ. നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേലിട്ട് കൊള്ളുക. നമ്മുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ കർത്താവിന് വേണ്ടി ഒരു മിനിറ്റ് സ്പെയർ ചെയ്ത് കർത്താവിന് വേണ്ടി ആ വാക്യം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിലും ഞാൻ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ബലത്ത് കൈക്കിൽ താണിരിക്കാൻ പറയുന്നത് കൊണ്ട് നമ്മൾ പൊറുമയോട് പേഷ്യൻസോടായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുക. അതുവരെ ദൈവത്തിൻ്റെ കൈക്കീഴ് താണിരിപ്പാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നാമും ഈ വാക്യമൊക്കെ ധ്യാനിക്കേണ്ടതാണ്. അത് വാക്യങ്ങൾ ധ്യാനിക്കുക. കർത്താവ് നമ്മളെ മാറാട്ടെ. ആമീൻ.